അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓൺലൈൻ വഴി നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു 5% 7% കമ്മീഷനായിട്ട് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുന്ന നല്ല കിടിലിനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് ആപ്സൊക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോണ്, പിന്നെ വൗവിൻ്റേത്, മാമാർത്ത്, അവരുടെയൊക്കെ കുറച്ച് ആപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. അതുവഴി നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്കൊരു 7-5% കമ്മീഷൻ കിട്ടും. അത് നമുക്കൊന്നെങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ് ആക്കാം. ആമസോണ്, ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വൗച്ചർ ആക്കിയിട്ട് നമുക്ക് അനദർ പ്രോഡക്റ്റ്സ് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ വൗച്ചർ എൻ്റർ ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു പെർസെൻറ്റേജ്, ഒരു ഇന്ന എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? നല്ല സംഭവമല്ലേ? അപ്പം നമ്മൾ ഒരുപാട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. കാരണം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. ഞാൻ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറാക്കി എടുക്കാം, അവർ നമുക്ക് എങ്ങനെയാണ് SMS തരുന്നത് എന്നൊക്കെ അടങ്ങുന്ന ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുൾ കാണുക. അതിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഓൺലൈൻ പർച്ചേസൊക്കെ ഈ ആപ്പ് വഴി നടത്തിയിട്ട് നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ടായിട്ട് നേടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാഷായിട്ട് വിഡ്രോവൽ ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോരോ ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും കുറേ നാളായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കും ക്യാഷ് കരോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലേ. ഈ ക്യാഷ് കരോയിൽ നമ്മൾ എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യണം, അത് എങ്ങനെ വിഡ്രോവൽ ചെയ്യാം എന്നൊക്കെ, എങ്ങനെ ഗിഫ്റ്റ് കാർഡാക്കി മാറ്റാം എന്ന ഉൾപ്പെടെയുള്ള സകല ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ക്യാഷ് കരോ എന്ന് അടിച്ചു കൊടുക്കാമെങ്കിൽ കിട്ടും. അങ്ങനെയല്ല, നിങ്ങൾക്ക് അല്ലാതെ ഡയറക്റ്റായിട്ട് കയറണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് കരോ ആപ്ലിക്കേഷനിലേക്ക് നേരിട്ട് എൻ്റർ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം സൈനപ്പ് ചോദിക്കും. സൈനപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത് സൈനപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ വരിക. ഇതിനകത്ത് കണ്ടില്ലേ, പല ബ്രാൻഡിൻ്റെയും പ്രോഡക്ട്സുകൾ അവർ വിൽക്കുന്നുണ്ട്. കണ്ടോ, ഏതൊക്കെയാണ്? ഫ്ലിപ്കാർട്ടുണ്ട്, അജിയോ ഉണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ മിത്രയുണ്ട്, അങ്ങനെ വൗവിൻ്റെ സൈറ്റുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇവത്തിൽ നിന്നെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു ഇത്ര പെർസെൻറ്റേജ് എമൗണ്ട് നമുക്ക് അവർ ക്യാഷ് ബാക്കായിട്ട് തരും. ഇതുണ്ട്, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എടുക്കാമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പറയുന്നത് ഏൺ അപ് ടു 7% റിവാർഡ് കണ്ടോ. അപ്പം നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും അതിന് 70% റിവാർഡ്സ് നമുക്ക് അവർ തരുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? അതിനായിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ട് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ റിവാർഡ്സ് അടിക്കുക. അപ്പം നമ്മൾ നേരെ പോകും, ഫ്ലിപ്കാർട്ട് ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഇപ്പം നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇനി നമ്മൾ സാധാ എങ്ങനെയാണോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അതേ സെയിം ആപ്പ് തന്നെയാണ് ഇത്. അല്ലാതെ ക്യാഷ് കരോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഫ്ലിപ്കാർട്ടിലെ പ്രോഡക്റ്റ് അല്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു അതേ സെയിം തന്നെയാണ് ഇതെന്നും പറയുന്നത്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിയുമ്പം അതിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 7% നമുക്ക് എന്തായിട്ട് കിട്ടും? ക്യാഷായിട്ട് കിട്ടുന്നതാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് പർച്ചേസ് റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഉള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം ഏത് സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കയറാം. ആമസോൺ ഉണ്ട്, മിത്രയുണ്ട്, ഫ്ലിപ്കാർട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ പെർസെൻറ്റേജ് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
റെഫർ ആൻഡ് ഏണിങ്സ്. അതെന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വാലറ്റ് പെർസെൻറ്റേജ് കിടക്കുന്നുണ്ടോ, 861 രൂപ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും നാളും ഏൺ ചെയ്തതാണ് 861 രൂപ. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലെ ആയിട്ടും അതുപോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ടും ഒക്കെ നമുക്കത് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. മൈ ഓർഡർ ഡീറ്റെയിൽസ്, എൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇത്രയും ഞാൻ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തപ്പം എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് എമൗണ്ടാണ് ഞാൻ കിടക്കുന്നതെല്ലാം. ഇത് കണ്ടോ, ഇതെല്ലാം പേഡ് കണ്ടോ, പേഡ് കണ്ടോ, പേഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ ഗ്രീനായിട്ടുള്ളതെല്ലാം അവൻ എനിക്ക് കൺഫേംഡ് ആക്കി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അത് റെഡീം ചെയ്തെടുത്തിട്ടില്ല, ജസ്റ്റ് കൺഫേംഡാണ്. ഒരെണ്ണം എന്തോ ക്യാൻസലായി പോയിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പം കൺഫേംഡ് ആയിട്ടുള്ളതാണ്, മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് അവർ പേയ്മെൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ബാക്കിലേക്ക് പോകാം. പിന്നെ റിക്വസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പം നമ്മൾ റിക്വസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് ഫോർ പേയ്മെൻറ്റ്. നമുക്ക് എന്താണ് ക്യാഷ് ബാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതല്ലാതെ റിവാർഡ്സ് അവൈലബിൾ ഫോർ പേയ്മെൻറ്റ്. റിവാർഡ്സ് എന്തൊക്കെ റിവാർഡ്സ് ഉണ്ട്, പേയ്മെൻറ്റിന് ഉള്ള റിവാർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ അവർ അതിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. പിന്നെ ബാക്കിലോട്ട് പോവുക. നമുക്ക് അപ്പം എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏർണിങ്സ് വിൽ ഷോ ഹിയർ വിത്തിൻ 72 hours ഫോർ യുവർ ഷോപ്പിംഗ് ക്യാഷ് കരയിൽ എങ്ങനെയാണ് 72 മണിക്കൂറിനുള്ളിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ഏൺ ചെയ്ത പൈസ എന്താണ് അപ്പം തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ഇതിൽ ഗിഫ്റ്റ് കാർഡായിട്ട് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും, മനസ്സിലായി? നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് താമസം ഉണ്ടായിരുന്നു, അത് എന്താണ് വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് താമസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോഴല്ല, ഇപ്പം അങ്ങനെയില്ല. ജസ്റ്റ് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്യാഷ് എന്താണ് ക്യാഷല്ല ക്യാഷ് ബാക്ക് നമുക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ട് അവർ പെട്ടെന്ന് തന്നെ അലൗഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ റിക്വസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് നോക്കാം. ജസ്റ്റ് റിക്വസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ കണ്ടോ 11 രൂപയാണ് എനിക്ക് അലൗഡ് ആയിട്ടുള്ളത്. അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അപ്പം ചൂസ് കണ്ടോ, ഏത് വേണം, ഫ്ലിപ്കാർട്ട് വേണോ ആമസോൺ വേണോ അവർ ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഫ്ലിപ്കാർട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഇമെയിൽ ID എന്ത് ചെയ്യുക, ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക, എഗ്രി കൊടുക്കുക, ഗെറ്റ് പെയ്ഡ് കൊടുക്കുക. അപ്പം നമ്മുടെ ഫോണിലേക്കൊരു OTP വരും, നമ്മളത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഗിഫ്റ്റ് കാർഡ് ഇൻഷ്യേർഡ്, അവർ ഗിഫ്റ്റ് കാർഡ് ഇൻഷ്യേർഡ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? We have insured your Flipkart gift card payment for ₹1.2. We will send your SMS and this done shop more. കണ്ടോ, അപ്പോൾ അവരത് ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് എന്ത് മെസ്സേജ്, ഈ ഫോൺ മെസ്സേജിലൂടെ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ മെസ്സേജ് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ക്യാഷ് കരോയിൽ നിന്ന് ക്യാഷ് നമുക്ക് ഗിഫ്റ്റ് കാർഡിലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഏതൊരു ഇതിനകത്തുള്ള ഏത് ആപ്പിലൂടെ നമുക്ക് വേണേൽ പർച്ചേസ് ചെയ്യാം. എല്ലാം തന്നെ നമ്മുടെ സാധാ ആമസോൺ ആകട്ടെ ഫ്ലിപ്കാർട്ട് ആകട്ടെ എല്ലാം തന്നെ നമ്മളല്ലാതെ യൂസ് ചെയ്യുന്ന സെയിം ആപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും അവർ പറയുന്ന ആ പെർസെൻറ്റേജ് നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ട് കിട്ടുന്നതാണ്. എല്ലാ നല്ല സൈറ്റുകളുടേതും ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ട്, മാമാർത്തുണ്ട്, സാംസങ്ങിൻ്റെ ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ വൗവിൻ്റെ ഉണ്ട്, മിത്രയുണ്ട്, ഫ്ലിപ്കാർട്ടുണ്ട്, ആമസോൺ ഉണ്ട്, ജിയോ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക, ക്യാഷ് കരോയിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ്
ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ. ഇനി വന്നിട്ട് ഞാൻ ക്യാഷ് കരയിൽ കാണിച്ചു തരാം. അവർ നമുക്ക് സെൻഡ് ചെയ്തിരുന്ന മെസ്സേജ് വന്നിട്ടെന്ന് പറഞ്ഞാൽ, ക്യാഷ് കരയിൽ അവർ നമുക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ₹11.2 ഹാസ് ബീൻ പെയ്ഡ് അറ്റ് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് ബൈ ക്യാഷ് കര. കണ്ടോ, നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പയറി ഡേറ്റും ഗിഫ്റ്റ് കാർഡ് നമുക്ക് ഒരാഴ്ച തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഈ ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡും പിൻ നമ്പറും അടിച്ച് കൊടുക്കാമെങ്കിൽ അത് നമുക്ക് ഈ 11 രൂപ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ട് ബാക്കി പൈസ നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്പാണ്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 10-20 രൂപയൊക്കെ ഡിസ്കൗണ്ടിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം.